സംവിധാനം വരുന്നു സിനിമക്കാരെ, ദേ സംവിധാനം വരുന്നു, സംവിധാനം വരുന്നു. എല്ലാത്തിനും ഞാൻ പിച്ചാത്തിക്ക് പിടിവെക്കും. ഞാനല്ല ഞാനല്ല എന്താ സംഭവം? സംഭവം കാര്യം പറഞ്ഞല്ലേ? അയ്യോ സംവിധായകൻ ഇതാര്? അമ്മായിപ്പനായിരിക്കുമല്ലേ? സംവിധായകൻ താമസമായി വരാൻ. ഏതാടെ രണ്ട് കുട്ടികൾ മോന്തക്കിടന്ന് കൊടുക്കട്ടെ. അളിയനാ? നമസ്കാരം അളിയൻ. ഓ എല്ലാരും വന്നോ? തിന്നോ തിന്നോ, കൂടുതൽ ഞാൻ തീറ്റിക്കൂല. എന്താടാ തീറ്റയുടെ കാര്യം പറഞ്ഞ? അവിടെ പോയി കഴിക്കാനാ പറയാ. ഹലോ, നമുക്ക് വിശദമായിട്ടൊന്ന് കാണണം. ഇപ്പൊ തന്നെ കാണാ. എന്തെന്നല്ല അളിയന്മാരുടെ വെള്ളയുടെ കാര്യം വൈകിട്ട് വരാന്ന്. എടാ, ഇങ്ങനെ പോയാൽ ഇവന്മാരെ ഇന്ന് രാത്രി തന്നെ കാണേണ്ടി വരും വിശദമായിട്ട്. വാ. ഞാൻ സംവിധായകനാ. നായിക ആരാടാ? നർമ്മദ കുൽക്കർണിന്റെ തരാം. എന്താ പറ്റോ? പറ്റൂല. നായിക ഹേമമാലിനി തന്നെ വേണം, അല്ലാതെ ഞാൻ സംവിധാനിക്കൂലടാ. ഒരു സംവിധായകന്റെ പണി എന്തുണ്ടെന്ന് അറിയോച്ചാ? ക്യാമറ പിടിക്കലി. അതല്ല എനിക്കറിയാം. നീ അതങ്ങ് പറഞ്ഞു തന്നിച്ചാ മാത്രം മതി. അതെ ചേട്ടൻ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് മാത്രം പറഞ്ഞാ മതി. ഇത്ര ആരെന്തിട്ടും മോശമായിട്ട് പെരുമാറിയാലും ഒരു സംവിധായകൻ ഡീസന്റ് ആയിരിക്കണം. ഞാൻ ഇൻഡീസന്റാ. ഡീസന്റ് ആണല്ലോ. ഉദാഹരണത്തിന് ഇവിടുത്തെ തമ്പ്രാക്കന്മാർ ചേട്ടന്റെ തന്തയ്ക്ക് വിളിച്ചാൽ എന്ത് ചെയ്യും? കുത്തി ഞാൻ വർക്കിച്ച നീ ഒരു സംവിധായകനാണ്. ഞാൻ മറന്നുപോയി. ഇങ്ങൊരു കുളമാക്കുന്ന തോന്നണ പാലട്ടാ. തന്റെ പഴയ സ്വഭാവം കാണിച്ച തമ്പ്രാക്കന്മാര് പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ചേട്ടന്റെ പേരെന്താ? കല്ലൂർക്കാടൻ കൊട്ടേഷൻ വർക്കി. കല്ലൂർക്കാടൻ കൊട്ടേഷൻ വർക്കി അല്ല. ഇന്നു മുതൽ ചേട്ടൻ സംവിധായകൻ വർക്കി. പക്ഷെ വെറും പെറുക്കി ആവരുത് വർക്കി. നീയാണ് ഈ കഥയിലെ നായകൻ. ഓക്കേ, താൻ ഈ കഥയിലെ വില്ലൻ. ഞാൻ ആരെന്നാ പറഞ്ഞേ? വില്ലൻ. വില്ലൻ. ആ അങ്ങനെ പതുക്കെ പറ. ആദ്യം തോക്ക് പടക്കി പോക്കറ്റിൽ. ഞാൻ പറഞ്ഞുതരാം. വില്ലൻ നായകനെ ഇടിക്കുന്നു. പൊട്ടനാണല്ലേ? ഞാൻ പറഞ്ഞ അഡ്ജസ്റ്റ് ചെയ്ത് തരാം. വില്ലൻ നായകനെ ഇടിക്കുന്നു. ഇങ്ങനെയല്ലേ? എന്നെയല്ലടാ പന്നി. ആരെയാ പന്നിന്ന് വിളിച്ചേ? പന്നിന്ന് പറഞ്ഞ കേൾക്കുമല്ലേ? നല്ല കാര്യം പറഞ്ഞാൽ മാത്രം കേൾക്കൂല. ഇനി നമുക്ക് തുടങ്ങാം. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. ഇനി നായകൻ വില്ലനെ ഇടിക്കുന്നു. അയ്യോ വർഗിച്ചേണ്ട തല്ലിന്. ഇങ്ങോട്ട് വേഗം കേറി പോ. നമ്മളിവിടെ എന്തിനാ വന്നിരിക്കാൻ അറിയോ? സീരിയൽ പിടിക്കാൻ. ആ പെണ്ണിനെ കൊല്ലാൻ. ആരെ? അയ്യമ്മനെ തമ്മിലാട്ടിയെ കൊല്ലാൻ. ഇന്ന് ഷൂട്ടിംഗ് ഇല്ല, എനിക്കൊരാളെ കൊല്ലാനുണ്ട്. അല്ല, കൊലാന്ന് പറഞ്ഞു വാഴക്കൊലയാ? തേങ്ങാക്കൊലയുടെ കാര്യം. ഓ, നല്ലൊരു ചെറുപ്പക്കാരൻ, ചെവിക്ക് കണ്ണ് കണ്ടുകൂടല്ലേ? ഇന്ന് രാത്രിക്കുള്ളിൽ അവളുടെ കഥ കഴിഞ്ഞിരിക്കണം. പേടി തോന്നണ്ടോ? പേടിയോ? എനിക്കോ? അതിന് വേറെ ആളെ നോക്കും. ഈ കല്ലൂർക്കാടൻ വർക്കി ജീവിതത്തിൽ ഒരുത്തിനെയും പേടിച്ചിട്ടില്ല. അടക്ക്. ചേട്ടാ അവിടെ നല്ല ഉറക്കായിരിക്കും. കത്തിയിട് കത്തിയിട്.
അയ്യോ കത്തിയെടുക്കാൻ മറന്നുപോയി. ബാലേട്ടാ കത്തി ഷൂസിട്ട് 2 കാലുകൾ. കാര്യം തുടർന്ന് പറയടാ. ഞങ്ങൾ അവളെ കൊല്ലാൻ വേണ്ടി ചെന്നതാ. കത്തിയെടുക്കാൻ മറന്നുപോയി. പെട്ടെന്നൊരു കത്തി വന്ന് ഞങ്ങളുടെ മുന്നിൽ തറച്ചു. ഷൂസിട്ട 2 കാലുകളും. മണ്ണാൻ കെട്ട ധൈര്യം പോയി കിടന്ന് ഉറങ്ങടാ. കല്ലൂർ കട വർക്കിയാണ് പോലും പേടിത്തോണ്ടാൻ. ബാല ഞാൻ പറഞ്ഞ സത്യമാ. ബാലേട്ടാ സത്യാണ്. മീണ്ടി പോകരുത്. മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കില്ല. നിങ്ങൾക്കിത് ആദ്യത്തെ അനുഭവമാണ്. ഈ വയസ്സിന് ഒരുപാട് അനുഭവിച്ചു. വയ്യ, എനിക്കിനി വയ്യ. ഉണ്ണിക്കുട്ടന്റെ മരണശേഷം മാനസികമായി അവൾ ആകെ തളർന്നു. പലതവണ സ്വയം മരിക്കാൻ ശ്രമിച്ചു. ഈശ്വരാധനം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. നടത്താത്ത ഹോമങ്ങളില്ല, ചികിത്സിക്കാത്ത സൈക്കാട്രിസ്റ്റുകളുമില്ല. അവൾ പോലും അറിയാതെ അവളുടെ ഉപബോധ മനസ്സിലുണ്ടാകുന്ന ഒരുതരം ആത്മഹത്യാ പ്രവണത. സ്വന്തം മകളല്ലാഞ്ഞിട്ട് പോലും ഞാൻ അവളെ ഒരുപാട് സ്നേഹിച്ചു. എനിക്കുള്ളതെല്ലാം ഞാൻ അവൾക്ക് കൊടുത്തു. എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം? എന്റെ ഉണ്ണി, അവന്റെ മരണം, അവളെ ലഭിച്ച ആഘാതം, ഇത്രയൊക്കെ സംഭവിക്കുന്ന ഞാൻ കരുതിയില്ല. ഉണ്ണി എങ്ങനെയാ മരിച്ചേ? അറിയില്ല, എനിക്കൊന്നും അറിയില്ല. പാവം എന്റെ ഉണ്ണി. ശാപം കിട്ടിയ ഈ മാറാശ്ശേരിമനയിലെ അവസാനത്തെ അന്തരി. ബാംഗ്ലൂരിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയിരുന്നു അവൻ. എല്ലാ വർഷവും ലീവിന് വരുമായിരുന്നു എന്നെ കാണാൻ, അവന്റെ കൊച്ചുകുറുപ്പിനെ കാണാൻ. ഈ വർഷവും വന്നിരുന്നു. അവന്റെയും ഇവരുടെയും വിവാഹം ഈ അവധിക്കാലത്ത് നടത്താൻ സംബന്ധിച്ച് ഞാൻ അവന് കത്തയച്ചിരുന്നു. അവൻ വരുമ്പോഴാണ് ഈ കൊട്ടാരം ഒന്ന് ഉണരുന്നത്. ഹായ്. നമ്മുടെ ഉണ്ണി വന്നു. എന്താടി ഒരു പുഞ്ചിരി? ഓടി പോയി സ്വീകരിക്കേ. ഓ പിന്നെ ഉണ്ണികൃഷ്ണൻ will be here for the long 30 days. നമുക്ക് അടിച്ച് പൊളിക്കാടാ. തിരുമേനി 30 ദിവസം കൊണ്ട് ഞാൻ ഈ പ്രഷറൊക്കെ മാറ്റിയെടുക്കും. ഒരു പ്രഷറുകാരൻ. ഇതൊക്കെയുണ്ട് വിശേഷം. സുഖം. അയ്യോ എടി നീ അങ്ങ് വലുതായി പോയല്ലോ. അതെ, ഇനി ഇവിടെ കെട്ടിച്ചോണ്ടേ. ആ പറ്റിയ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറിനെ ഞാൻ കണ്ടുപിടിച്ചു. അല്ല, എവിടെ നമ്മുടെ തമ്പുരാട്ടിമാര്? എടി കാന്താരി. എന്തൊക്കെയുണ്ട് ഇവരെ തമ്പുരാട്ടി വിശേഷങ്ങള്? പിന്നെ തമ്പുരാട്ടി പറഞ്ഞത് ഇത്തവണ ഞാൻ മറന്നിട്ടില്ല. നല്ല ഒറിജിനൽ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. കൊള്ളൂല, കാശിന് കൊള്ളൂല. കുശുമ്പ് കുശുമ്പ് കുശുമ്പ്. ഇത് കുശുമ്പാ. ഒരു കുശുമ്പി. നിന്റെ മനസ്സിൽ നിന്ന് ആദ്യം കുശുമ്പ് മാറിയാലേ നീ വണ്ണം വയ്ക്കൂ. എനിക്കൊന്നും കൊണ്ടുവന്നില്ലേ? ഉണ്ടല്ലോ. 501 ബാർ സോപ്പ് പോയി തേച്ച് കുളിച്ചു വാ. നിന്റെ മനസ്സിലുള്ള കുശുമ്പൊക്കെ അങ്ങ് ഒലിച്ചു പോട്ട്. കൊണ്ടുപോക്കോ. നിന്നെ എടുത്തോളാം കേട്ടോ. പാവം, വേണ്ടായിരുന്നു. അവൾക്ക് വിഷമായെന്നാ തോന്നണേ. അവൾക്കൊരു വിഷമമില്ല. അവളാരാ മോള്? നിന്റെ അനിയത്തില്ലേ? അതൊക്കെ നമ്മുടെ കാര്യം. അതെ,
ഇത്തവണത്തെ വരവിനെ ഒരു പ്രത്യേകത കൂടെ ഉണ്ടെന്ന് നിനക്കറിയാലോ. എന്താ? നിന്നെ എന്റെ തലയിൽ കെട്ടിവെച്ച് തരാൻ പോവുക ആ കൊച്ചുറുപ്പ്. കൊച്ചൂർപ്പോ? നിന്റെ തന്ത. കല്യാണം കഴിഞ്ഞ അടുത്ത ഫ്ലൈറ്റിന് ഒറ്റ പറക്കല നേരെ ബാംഗ്ലൂർ. പിന്നെ അവിടെ നിന്ന് സിംല, ഹോങ്കോങ്, ലണ്ടൻ, UK, പാരീസ് അവിടെയൊക്കെ പോയിട്ട് തനിക്ക് എന്താണ് ഇവിടെ കാര്യം? മുടി വെട്ടിച്ചു. മുടിയുടെ കാര്യം അല്ല ചോദിച്ചത്. ഓ, തനിക്ക് എന്താ ഇവിടെ കാര്യമെന്ന്. താൻ വല്ലതും കണ്ടോ? എങ്ങനെ കാണാനാ? പൊട്ടനില്ലയോ? ഒട്ടനാണെങ്കിലും കണ്ണിന് കാഴ്ചക്കുറവൊന്നുമില്ലല്ലോ. എന്തായാലും ഓസിനൊരു സീൻ കണ്ടില്ലേ? ഒന്നും കൊണ്ടുവന്നില്ലയോ? എന്തോ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല സ്വയംഭ സാധനം. ഫോറിനാ. നമുക്കേ വൈകുന്നേരം ഓസിന് വീശാം.